എല്ലാവർക്കും ടെക്ലേ മൾട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിവോ T3 അൾട്ര എന്ന് പറഞ്ഞ ഫോണിനെ കുറിച്ചാണ്. സെപ്റ്റംബർ 12 നമുക്ക് ഇന്ത്യയിൽ ലോഞ്ച് ആവും. ഫ്ലിപ്കാർട്ടിലൊക്കെ ഒഫീഷ്യലി അതിന്റെ ബാനറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു കിടുക്കാച്ചി ഫോണാണ്. ഗെയിമേഴ്സിനും പെർഫോമൻസ് ഓറിയന്റഡ് ആൾക്കാരൊക്കെ പറ്റിയ ഫോണാണ് ശരിക്കും പറഞ്ഞത് ഈ ഫോൺ. ഇത് നമ്മുടെ വിവോ S19 Pro എന്നൊരു ഫോൺ ഇറങ്ങിയത് ചൈനയിൽ. അതിന്റെ ചെറിയൊരു എന്താ പറയുക കസ്റ്റമൈസ്ഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഫോണാണ്. അതിന്റെ മോസ്റ്റ് ഡിസൈനും അതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അതിന്റെ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ വന്നേക്കുന്നത്. ചെറിയ മാറ്റങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ഡിസൈൻ്റെ കാര്യത്തിലോട്ട് നോക്കാം. നമ്മുടെ വിവോ V40 ഇല്ലേ, അതിന്റെ സെയിം ബാക്ക് ഡിസൈനൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. T3 അൾട്ര വരുന്നത്. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം, 7.98 mm തിക്നെസ്, 194 ഗ്രാം വെയിറ്റ്, IP68 റേറ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഭംഗിയൊക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കിൽ ഒരു 6.7 ബാക്കിലല്ല ഫ്രണ്ടിൽ ഒരു 6.77 ഇഞ്ചിന്റെ ഒരു 1.5K 120 Hz 10-bit AMOLED പാനാണ് വരുന്നത്. 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 4500 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. HD10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഡ് ബാൻഡ് L1 സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഏതാണെന്നുള്ളത്. ഡിസ്പ്ലേ അടിപൊളി ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആണ്. അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ചിലർക്ക് ഇഷ്ടപ്പെടാൻ, ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മുടെ പെർഫോമൻസിന് കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് MediaTek Dimensity 9200+ ആണ്. കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ് MediaTekന്റെ. കിടക്കാച്ചി പ്രോസർ തന്നെയാണ്. ഇതിന്റെ സ്പെക്കാണ് കൊടുത്തിട്ടുണ്ട്. ജിപിയുടെ നമ്മൾ വേണമെങ്കിൽ പറയാം. Immortalis G715 M01 GPU ആണ്. 1150 MHz റൺ ചെയ്യുന്ന GPU ആണിത്. LPDDR5X RAM, UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ അവിടെ നമുക്ക് SD കാർഡും കാര്യങ്ങളൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഒരു അടിപൊളി പ്രോസറാണ്. നമുക്കൊരു ഡേറ്റോ ടാസ്കോ ഗെയിമിങ്ങോ റെൻഡറിങ്ങോ ഒന്നിനൊരു കുഴപ്പം വരത്തില്ല. അടിപൊളിയാണ്. പെർഫോമൻസ് ഓറിയന്റഡ് ഫോണാണ്. പിന്നെ വിവോയുടെയും ഐക്യുവിന്റെ ഒക്കെ കോളിംഗ് സിസ്റ്റം അത്യാവശ്യം നല്ലതായിരിക്കും. അങ്ങനെ ത്രോട്ടിലും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ അതിൻ്റെ സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 16,43,084 ടോട്ടൽ സ്കോർ. CPU 4,19,247, GPU 5,87,942 GPU വരുന്നത് നമുക്ക് ഇവിടെ. അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ 8 Gen 2 ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള പ്രോസറാണ്. പിന്നെ സ്റ്റെബിലിറ്റി എത്ര ഉണ്ടെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി എത്ര ഉണ്ടാവത്തില്ല. സ്റ്റെബിലിറ്റി ശകലം കുറവായിരിക്കും. പക്ഷേ വിവോ ഐക്യു നല്ലൊരു എന്താ പറയുക കൺസിസ്റ്റന്റ് പെർഫോം ചെയ്യുന്ന സ്മാർട്ട് ഫോൺസ് ആണ് മോസ്റ്റ്ലി ഇറക്കാറ്. ഓസിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ FunTouch OS 14 ആണ് വരുന്നത്. നമുക്കിവിടെ Android 14 ഔട്ട് ഓഫ് ദ ബോക്സ്, 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് എന്തായാലും കിട്ടും. ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രൈമറി 50 മെഗാപിക്സൽ f1.8 ആപ്ചർ വരുന്ന സോണി IMX921 സെൻസറാണ്. OIS സെൻസറാണ് വരുന്നത്. അത്യാവശ്യം നല്ല കേബിൾ ആയിട്ടുള്ള സെൻസർ തന്നെയാണ്. പിന്നെ 4K 30 FPS ആണ് വരുന്നത്. 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് 1080p 30 FPS. പിന്നെ 50 മെഗാപിക്സൽ സെൽഫി എന്നാണ് പറയുന്നത്. ചിലയിലൊക്കെ പറയുന്നത് 16 MB ആണെന്ന് പറയുന്നത്, ചിലയിലും പറയുന്നത് 50 ആണ്. ഏതെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. മോസ്റ്റ്ലി നമ്മുടെ വിവോ S9 Pro വെച്ച് നോക്കുവാണെങ്കിൽ 15 മെഗാപിക്സൽ വരാനാണ് ചാൻസ് കൂടുതൽ. 50 മെഗാപിക്സൽ വരാനാണ് ചാൻസ് കൂടുതൽ. 4K 30 FPS എന്തായാലും കിട്ടും. ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറ ഉള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം പ്രൈമറി സെൻസർ അടിപൊളി സെൻസർ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ബാറ്ററിയുടെ കാര്യമാണ്. ബാറ്ററി നമുക്കിവിടെ 5500 mAh ബാറ്ററിയാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ 80 വാട്ട്സിന്റെ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. നമുക്ക് 7 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ബാറ്ററി കപ്പാസിറ്റി നല്ലോണം ഫാസ്റ്റ് ചാർജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. കണക്ടിവിറ്റി അങ്ങനെ പറയുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്പെക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. 5G ആയിരിക്കും, Wi-Fi 6 അല്ലെങ്കിൽ 7 ആയിരിക്കും. പിന്നെ Bluetooth 5.3 കാര്യങ്ങളൊക്കെ ഉണ്ടാവും. USB Type-C 2.0. പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വേരിയന്റാണ് പറയുന്നത്. 8GB 128, 8GB 256, 12GB 256. നമുക്ക് എക്സ്പെക്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ 31,000 തൊട്ട് 35,000 വരെ. നമുക്ക് ഒരു 2,000-3,000 കാർഡ് ഓഫർ ഒക്കെ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 27,000-28,000 പ്രൈസ് റേഞ്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് കാർഡ് ഓഫർ വെച്ച് കിട്ടുവാണെങ്കിൽ അടിപൊളി ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഉണ്ട്. പിന്നെ ക്യാമറ ഓറിയന്റഡ് ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോ എഡ്ജ് 50 Pro അവിടെ ഉണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് ഓവറോൾ വലിയ ഫോൺ വേണമെന്നുണ്ട്, ഹൈ പെർഫോമൻസ് വേണം, ഡിസ്പ്ലേ വേണം, ബിൽഡ് ക്വാളിറ്റി വേണം, എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് വിവോ T3 അൾട്ര. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഫോണിനെ കുറിച്ച്, നിങ്ങൾ ഇത് എടുക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ ഇടുന്നൊക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം.